ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുള്ളി ഒരു കോളേജ് ഫംഗ്ഷനിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയ ഒരു ചടങ്ങിൽ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ബിഗ് ബോസിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസങ്ങളേറെയായി. അടുത്ത ബിഗ് ബോസ് തുടങ്ങാനുള്ള സമയമൊക്കെ തന്നെ അടുത്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്തും ഈ അനീഷിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്വീകരണങ്ങൾ ഇത്രത്തോളം ഹെവി ആയത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവ വികാസം. ഇതുവരെ ലഭിച്ച സ്വീകരണങ്ങളിൽ നിന്നും ശരിക്കും അടിപൊളി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു വിന്നർ പോലും അല്ലാതെ അതിനുള്ളിൽ നിന്ന് ബി ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയ ഒരു വ്യക്തിക്ക് ഇത്ര മാസങ്ങൾ കഴിഞ്ഞിട്ടും ജനങ്ങളുടെ മനസ്സിൽ ഇത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു സ്വീകരണം നൽകി ആ വ്യക്തിയെ ഇൻവൈറ്റ് ചെയ്ത് കോളേജിലേക്ക് ക്ഷണിക്കുന്ന ആ ഒരു രീതി, അത് ശരിക്കും പറഞ്ഞാൽ അനീഷ് പൊളിച്ചു, അല്ലെങ്കിൽ ആ ഒരു സംഭവം ആ കോളേജുകാർ പൊളിച്ചടുക്കി എന്ന് എടുത്തു പറയേണ്ടി വരും. അതുപോലുള്ള ഒരു കിടിലൻ വരവേൽപ്പ് എന്ന് തന്നെ പറയാം ഇത്ര മാസങ്ങൾ കഴിഞ്ഞിട്ടും അനീഷിന് ലഭിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. സാധാരണ ഹൗസിൽ ബിയിൽ വിജയിച്ച് പുറത്തിറങ്ങിയ വ്യക്തിക്ക് സ്വീകരണങ്ങളൊക്കെ തന്നെ പല രീതിയിൽ കിട്ടും. നമ്മൾ സ്വാഭാവികമായിട്ടും കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കുറച്ച് നാളുകൾ അതിങ്ങനെ തന്നെ തുടർന്ന് പോകും, അത് കഴിഞ്ഞിട്ട് പയ്യെ പയ്യെ ഡൗൺ ആവും. ഇതൊന്ന് ആലോചിച്ച് നോക്കണം. ബിയിൽ വിന്നർ ആയിട്ടില്ല, ഈ പറയുന്ന രീതിയിൽ ഒരു സെക്കൻഡ് പ്ലേസ് കിട്ടിയ ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിക്ക് പുറത്തിറങ്ങിയതിന് ശേഷം കിട്ടിയ ഒരു സ്വീകരണം, വെറും ഒരു കോമണറായിട്ട് അതിനുള്ളിൽ കയറി പറ്റിയ ഒരു വ്യക്തി പുറത്തിറങ്ങി ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ആ ഒരു തരത്തിലുള്ള ഒരു ഇഷ്ടം പിടിച്ചു നിർത്താനായിട്ട് കഴിയുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ചെറിയ കാര്യമല്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അതിനുള്ളിൽ പോകുമ്പോഴത്തേക്കും ഒരു തരത്തിലും ആർക്കും നേരെ ചൊവ്വേ അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ പുറത്തിറങ്ങി ഇപ്പോഴും ഈ ഒരു ലെവലിലുള്ള സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് ശരിക്കും പറഞ്ഞാൽ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പുള്ളിക്ക് ബിഗ് ബോസിൽ നിന്ന് ലഭിച്ചത് അത്രയ്ക്കും വലിയ തോതിലുള്ള നേട്ടമായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഇപ്പോഴും ഈ ലെവലിൽ പുള്ളി പിടിച്ചു നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ, എന്തൊക്കെ പറയാനും. കാരണം നോർമലി നമ്മളിപ്പോൾ 1 തൊട്ട് 7 വരെയുള്ള സീസണുകൾ എടുത്ത് നോക്കിയാൽ തന്നെയും ഒരു 2ാം സ്ഥാനക്കാരന് ആരും തന്നെ ഈ ഒരു ലെവലിലുള്ള സ്വീകരണമൊക്കെ നൽകിയിട്ട് സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ഏത് സീസൺ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ ഒരു സീസണിലെ പ്രത്യേകത അല്ലെങ്കിൽ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് സീസൺ വിജയ്ക്ക് ലഭിച്ചതിനേക്കാട്ടിലും ഇരട്ടിയിലധികം തോതിലുള്ള ഒരു വലിയ സ്വീകരണങ്ങളും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു സ്ഥാനം അത്ര വലിയ തോതിൽ നേടിയെടുത്തത് ഒരു കോമണറായിട്ട് അതിനുള്ളിൽ കയറിയ അനീഷ് തന്നെയായിരുന്നു എന്നതിന് സംശയമില്ല. ഇത് ഇപ്പോഴും, അതായത് ഇത്ര മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിനൊരു കോട്ടവും തട്ടാതെ നിലനിർത്തുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അതും തീർച്ചയായിട്ടും സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇത് പൊളിച്ച്, അതിലൊരു സംശയമില്ല, ഇത് പൊളിച്ചു എന്ന് തന്നെ പറയണം. കാരണം അതുപോലെ ഒരു വെടിക്കെട്ട് സ്വീകരണമായിപ്പോയി ഈ ഒരു സമയത്ത്. അതായത് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും അനീഷിനെ പോലൊരു വ്യക്തിയെ ഇൻവൈറ്റ് ചെയ്ത്, ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്ത് ഇതുപോലെ ഒരു അടിപൊളി വരവേൽപ്പ് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ആ വ്യക്തി അതിന് അർഹനാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു നിമിഷം നടന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും സംഭവം വേറെ ലെവൽ തന്നെയാണ്. അനീഷ് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഓളം അത് ഇനി മറ്റൊരാൾ വന്ന് ബ്രേക്ക് ചെയ്യുമെന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡൗട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ബിഗ് ബോസിൽ തന്നെ. കാരണം മറ്റു പലരും ഈ പറയുന്ന രീതിയിൽ സെലിബ്രിറ്റികളായിട്ട് അതിനുള്ളിൽ കയറുന്ന പലർക്കും ഉള്ള സപ്പോർട്ട് നമുക്കറിയാം. പക്ഷെ ഒരു കോമണറായിട്ട് അതിനുള്ളിൽ കയറിയിട്ട് ഈ ഒരു തരത്തിൽ ഒരു നേട്ടം ഉണ്ടാക്കുമോ ഇനി ഒരു വ്യക്തി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്. കാരണം കോമണർ നമുക്കറിയാം അത്രത്തോളം ഒന്നും വലിയൊരു പ്രാധാന്യം എന്തായാലും അതിനുള്ളിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കാത്ത തരത്തിലായിരുന്നു കഴിഞ്ഞ സീസൺ 5, 6 എടുത്തു നോക്കിയാൽ നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. 7 വന്നപ്പോഴത്തേക്കുമാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. ഒരുപക്ഷെ വിജയി പോലും ആവുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ എത്തിയിരുന്ന ഒരു സംഭവമായിരുന്നു നമ്മൾ ഒരു ഘട്ടത്തിൽ കണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ അനീഷിന്റെ ഒരു പ്ലസ് എന്ന് പറയുന്നത് അതായിരുന്നു. ഇത് ഇനിയിപ്പോൾ എത്ര സീസൺ വന്നാലും ആ ഒരു കോമണർ ലേബിൾ, അതിൽ ഏറ്റവും വലിയൊരു നേട്ടം ഉണ്ടാക്കിയ ഒരു വ്യക്തി എന്ന് പറയുന്ന തീർച്ചയായിട്ടും അനീഷ് എന്ന ആ ഒരു വ്യക്തിയുടെ പേര് നിലനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇനി ഒരാൾ കോമണറായിട്ട് കയറിയിട്ട് അതിനുള്ളിൽ ഇതുപോലുള്ള ഒരു കോളം ഉണ്ടാക്കണം. അതിനുള്ളിൽ മാത്രമല്ല പുറത്തിറങ്ങിയിട്ട് പോലും ഇതുപോലെയൊക്കെ പിടിച്ചു നിൽക്കാനും കഴിയണം പബ്ലിക്കിന്റെ മുന്നിൽ. എന്തായാലും അത് അനീഷിന് സാധിച്ചു. പ്രതീക്ഷ പോലെ അല്ല അനീഷ് ഒതുങ്ങിക്കൂടുകയല്ല ചെയ്തത്, പകരം പബ്ലിക്കിന് മുന്നിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ പൾസ് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതിന്റെ ഏറ്റവും വലിയ ഒരു നേട്ടം അനീഷ് ഇപ്പോൾ നേടിയെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.